Hello and welcome back to SimplyMyStyle. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്നോട് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ ഹെയർ സ്പ്രേൻ്റെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് എന്തായാലും അത് ചെയ്തേക്കാമെന്ന് വിചാരിക്കുകയാണ്. ഹെയർ സ്പ്രേ എന്ന് പറയാം, ഹെയർ സിറം എന്ന് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഓയിലി അല്ല, എന്നാൽ പോലും നമ്മുടെ ഭയങ്കര ഫ്രിസി ആയിട്ട് പൊങ്ങിയിരിക്കുന്ന ഹെയർ എല്ലാം ജസ്റ്റ് ഒന്ന് ഒതുക്കി വെക്കാനായിട്ട് നമുക്ക് ഈ ഒരു DIY ഹെയർ സ്പ്രേ അല്ലെങ്കിൽ സിറം യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേറ്റ് നിങ്ങൾ എൻ്റെ ചാനൽ പുതിയതാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഇവിടെ ആയിട്ടൊരു സബ്സ്ക്രൈബ് ഒരു ബട്ടൺ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ തൊട്ടടുത്തൊരു ബെലൈക്കൺ വരും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് അലോവേറയുടെ ജെല്ലാണ്. അലോവേറയുടെ ജെല്ല് നമ്മുടെ ഹെയറിനാണെങ്കിലും അതെ സ്കിന്നിനാണെങ്കിലും അതെ എല്ലാം ഭയങ്കര ബെനിഫിഷ്യലാണ്. ഒരുപാട് നല്ല നല്ല യൂസസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 1 വീക്ക് ഇല്ലെങ്കിൽ ഒരു 3 ഡേയ്സിന് വേണ്ട അത്ര മാത്രമാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു അലോവേറ എടുക്കുക. അപ്പോൾ ഞാൻ ഒരു സ്പൂണിൻ്റെ ഇത്ര മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഈ വിറ്റമിൻ ഇൻ്റെ ടാബ്ലറ്റാണ്. അത് നിങ്ങൾക്ക് ഒരെണ്ണം അല്ലെങ്കിൽ 2 എണ്ണം ഇടാം. അപ്പോൾ ഞാനിവിടെ ഒരെണ്ണം മാത്രമാണ് പൊട്ടിച്ച് അതിൻ്റെ ഓയിലാണ് എടുക്കുന്നത്. സോ നമുക്ക് അതിൻ്റെ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. വിറ്റമിൻ ഇയും നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ ഹെയറിനും ഒരുപാട് നല്ല നല്ല ഗുണങ്ങളുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ മേലിൽ ഞാൻ കാർട്ടിലിടാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിലാണ്. ഒരു 3 ഡ്രോപ്പോളം അത്രയൊക്കെ മാത്രം മതി. ഇത് നിങ്ങളുടെ ഓയിലി ഹെയർ ആണ്, സ്കാൽപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇത്ര ഓയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്പ്രേ നമ്മുടെ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആയിട്ട് കൂടെ യൂസ് ചെയ്യാം. നമ്മൾ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് നമ്മൾ സ്പ്രേ ചെയ്യില്ലേ, അതെല്ലാം ഒന്ന് സെറ്റായിരിക്കാൻ വേണ്ടി അങ്ങനെ കൂടി നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലോട്ട് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യേണ്ട. അങ്ങനെ ആഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യേണ്ട. വിറ്റമിൻ ഇൻ്റെ ടാബ്ലറ്റ് നിങ്ങൾ ആഡ് ചെയ്തോളൂ, അതിന് പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇതിലോട്ട് വേണ്ടത് കുറച്ച് വെള്ളം. ഞാനിവിടെ ചെറിയ ബോട്ടിലാണ് എടുക്കുന്നത്, ഇതൊരു 3 ദിവസത്തേക്കാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മാത്രമേ വെള്ളം ഒഴിക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഇതിൻ്റെ സെയിം ലെവലല്ല കേട്ടോ, ഇതിൻ്റെ ഒരു 3/4 ഭാഗമെങ്കിലും വെള്ളം ഒഴിക്കുക. അതിനുശേഷം അത് നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം. ഇതിങ്ങനെ മിക്സ് ചെയ്യണമെങ്കിൽ അത്ര മിക്സ് ആവാനായിട്ട് എളുപ്പമല്ല. നമ്മൾ ആ ഒരു സ്പ്രേ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ ഒരു ബോട്ടിലിൽ ഇട്ട് നന്നായിട്ട് ഇങ്ങനെ ഷേക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഇത് മിക്സ് ആയി കിട്ടും. ഇത് ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഉള്ളതാണ് എടുക്കുന്നത്, അതുകൊണ്ടാണിത് കുറച്ച് മാത്രമേ എടുത്തത്. നിങ്ങളെപ്പോഴും ഇത് ചെയ്യുമ്പോൾ കുറച്ച് ദിവസത്തേക്കുള്ളത് മാത്രം ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. കാരണം അത് ഒരുപാട് ദിവസത്തേക്ക് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 3 ഡേയ്സിന് വേണ്ട ചെയ്താൽ അത് പെട്ടെന്ന് എളുപ്പമല്ല ഉണ്ടാക്കാൻ, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എവിടെയൊക്കെ പോകുമ്പോൾ ബാഗിൽ ഇട്ട് പോകാമല്ലോ. അപ്പോൾ ഞാനിവിടെ ഇങ്ങനത്തെ ഒരു ബോട്ടിലാണ് ഈ ഒരു സ്പ്രേ ഒഴിച്ചു വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്പ്രേക്ക് കുറച്ച് നല്ല സ്മെല്ലെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽസ് 2-3 ഡ്രോപ്പ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നല്ല സ്മെല്ലുണ്ടാവും ഇതിന്. ഇതുണ്ടത് എനിക്ക് ഫുള്ളുണ്ട്, കറക്റ്റാണിത്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള ചെയ്യുന്നതായിരിക്കും നമുക്ക് യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ക്യാരി ചെയ്യാനും ഒക്കെ ബെറ്റർ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു സ്പ്രേ ബോട്ടിലുണ്ട്. നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ ബെറ്റർ ആയിട്ടുണ്ടാവുക. അതാകുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്താൽ മതിയല്ലോ.
അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ സ്പ്രേ ചെയ്യാറുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ കുളിച്ച് കഴിയുമ്പോൾ ഉടനെ സ്പ്രേ ചെയ്യും. പിന്നെ വെളിയിലെല്ലാം മുമ്പ് മൂടി ഇങ്ങനെ ആവില്ലേ, ഇങ്ങനെ വന്ന സമയത്ത് മുടിയുടെ ഈ ലെങ്ത്തുള്ള ഭാഗത്തോട്ട് കൂടുതലായിട്ട് സ്പ്രേ ചെയ്യണം കേട്ടോ നല്ലത്. മേളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടും പ്രശ്നമില്ല, നമ്മളിതിനകത്ത് ഹാംഫുൾ ആയിട്ടുള്ള ഒന്നും തന്നെ ചെയ്യുന്നില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കോമ്പ് യൂസ് ചെയ്യാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കോമ്പ് യൂസ് ചെയ്യാം, പക്ഷെ ഞാൻ ചീപ്പ് വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മുടി പിന്നെ അങ്ങോട്ട് പോകും. അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യാറ്. ഇപ്പം മുന്നത്തെക്കാലം മുടിയൊന്നും ഒതുങ്ങിയില്ലേ, നേരത്തെ ഇതിന് പറഞ്ഞിരിക്കില്ലായിരുന്നു. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ മുടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് ഒരു മടിയും കാണിക്കരുത്. ആ ലൈക്ക് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. പിന്നെ നിങ്ങൾക്കിത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യാനായിട്ട് പറ്റിയ വീഡിയോ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേക്കുക. അവർക്കും കൂടി ഈ ഒരു ഐഡിയ എത്തിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഇങ്ങനെ ഒരു ചാനൽ ഉണ്ട് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് പറഞ്ഞേക്കുക. പിന്നെ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും റിക്വസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ താഴെ എന്നോട് എന്തായാലും ഉറപ്പായിട്ടും പറയാം. ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതാണ്. സോ അപ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.